ഏറ്റവും നിർഭാഗ്യവതിയായ ഒരു ഉമ്മയെന്നേ ഞാൻ ഉമ്മേനെക്കുറിച്ച് പറയുള്ളൂ. പാവം ഈ ഉമ്മ ജോറാമ്മ പാലക്കാടുള്ളതാണ്. 53 വയസ്സുള്ളൊരു ഉമ്മ. ഇവരുടെ മകന് ഒരു വിഷം കഴിച്ചു ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്തോ പ്രശ്നങ്ങളാലാണ് മകൻ അങ്ങനെ ചെയ്തത്. ഇതറിഞ്ഞപ്പോൾ ആ മകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ ഈ ഉമ്മയും അതേപോലെ ഈ ഒരു വിഷം കഴിച്ച മകനും ഒരു നേഴ്സും ഒക്കെ കൂടിയിട്ട് ചിറ്റൂർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ നിന്ന് വളരെ ഗുരുതരാണെന്ന് കണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ വണ്ടിയിൽ ഉമ്മ ഉണ്ട്, വിഷം കഴിച്ച മോനുണ്ട്, മറ്റു മക്കളുണ്ട്, നേഴ്സുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ ആംബുലൻസ് വേഗത്തിലെത്തിക്കാൻ വേണ്ടി പോണ സമയത്ത് ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു. അതായത് ഒരു ബൈക്ക് അതേ ദിശയിൽ വന്ന ഓട്ടോറിക്ഷനെ കൂട്ടിയിടിച്ചു. ആ ബൈക്കിനെ നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ ആംബുലൻസ് തിരിച്ചതാണ്. ഇത് ചെന്ന് വീണത് ഒരു ഇലക്ട്രിക് സാധനങ്ങൾ നന്നാക്കുന്ന ഒരു കടയുടെ ചുമരിലേക്കാണ്. അതിലുണ്ടായിരുന്ന 3 പേര് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ അപകടത്തിൽ ഈ ഉമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി, വിഷം കടിച്ച മകനെ രക്ഷിക്കാൻ വേണ്ടി തുനഞ്ഞിറങ്ങിയ ഉമ്മ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു ഉമ്മാൻ്റെ സ്നേഹം നോക്കി നിങ്ങൾ, മകനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോരുമ്മ. എന്തായാലേ എന്തിൻ്റെ പേരിലാണെങ്കിലും പൊന്നുമക്കളെ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതിൻ്റെ പാപഭാരം ആ ഉമ്മമാരനുഭവിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഉപ്പനെ കുറിച്ച് ആലോചിച്ചു. ഉപ്പ അറിയുന്നത് മകൻ ഇങ്ങനെ മകൻ കൊണ്ടുപോയി എന്ന് അറിഞ്ഞിട്ട് ആംബുലൻസിനെ തേടി വരുന്ന മനുഷ്യൻ അറിയുന്നത് സ്വന്തം ഭാര്യ മരണപ്പെട്ടു. ഇന്നലെ പാലക്കാടുണ്ടായൊരു സംഭവമാണ്. നമ്മളെല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്നാൽ ശരി ജീവൻ ഒടുക്കുക എന്നുള്ളതാവരുത് എന്നുള്ളത് നന്നായിട്ട് ഓർക്കുക.